ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മഹുല്ല അവരുടെ അസ്ലു സിഫത്ത് സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 8. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹാബാക്കൾക്കിടയിലുണ്ടായിരുന്ന വിശാലമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അന്ധമായ മദ്ഹബി തഖ്ലീദുകാരുടെ മുഖല്ലിദീങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും അവയ്ക്കിടയിലുള്ള അന്തരം രണ്ടാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഇനി അടുത്ത് പറയണം വഹുലാസത്തുഹു, അതിൻ്റെ ചുരുക്കം. ഇന്ന സ്വഹാബത്തെ ഇഖ്തലഫു ഇൽത്തിറാറൻ, നിശ്ചയം സ്വഹാബികൾ അനിവാര്യമായിട്ടാണ് അഭിപ്രായ ഭിന്നതയിലായത്. വലകിന്നഹും കാനു യുൻകിറൂനൽ ഇഖ്തിലാഫ, എന്നിരുന്നാലും അവർ അഭിപ്രായ വ്യത്യാസം വെറുത്തിരുന്നു, അവരത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വയഫിറൂന മിൻഹു മാ വജദു ഇലാ ദാലിക സബീല, ഒരു മാർഗം കണ്ടെത്തിയാൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് മുക്തരാവാൻ അവർ ശ്രമിച്ചിരുന്നു എന്നതാണ്. അമ്മൽ മുഖല്ലിദത്തു ഫമാ ഇംകാനിഹിം അൽ ഖലാസു മിൻഹു വലൗ ഫീ ഖസമിൻ കബീർ മിൻഹു. എന്നാൽ അന്ധമായിട്ട് തഖ്ലീദ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ അഭിപ്രായ ഭിന്നതയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ തന്നെ ഫല യത്തഫിഖൂൻ, അവർ യോജിച്ചു വരുന്നില്ല. വല യസഊന ഇലൈഹി, അതിലേക്ക് അവർ പരിശ്രമിക്കുന്നില്ല ഒന്നിച്ചാവാൻ, യോജിക്കാൻ. ബൽ യുഖിറൂനഹു, പക്ഷെ അവരെന്താണ് ഈ അഭിപ്രായ വ്യത്യാസത്തെ അങ്ങ് അംഗീകരിക്കുക ചെയ്യുന്നത്. ഫശത്താന ഇദൻ ബൈനൽ ഇഖ്തിലാഫൈൻ, അപ്പോൾ ഈ രണ്ടഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ട്, അത് വ്യത്യാസമുണ്ട് എന്നതാണ്. ദാലിക ഹുവൽ ഫർഖു മിൻ ജിഹത്തി സബബി, അപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം വഴിക്കുള്ള വ്യത്യാസം ഇതാണ്. ഇനി അമ്മൽ ഫർഖു മിൻ ജിഹത്തിൽ അസരി, അസർ അനന്തരഫലം, അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലം നോക്കുകയാണെങ്കിൽ അവിടെയുള്ള വ്യത്യാസം, അതായത് സ്വഹാബാക്കളുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും അന്ധമായ മദ്ഹബി മുഖല്ലിദീങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഫഹു ഔദഹ്, അത് കൂടുതൽ വ്യക്തമാണ്. വദാലിക, അത് അന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, നിശ്ചയം സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും മഅ ഇഖ്തിലാഫിഹിം അൽ മഅറൂഫ ഫിൽ ഫുറൂഇ, ശാഖാപരമായിട്ടുള്ള വിഷയങ്ങളിൽ അറിയപ്പെട്ട അഭിപ്രായ വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടായിരിക്കെ തന്നെ കാനു മുഹാഫിളീന അഷദ്ദൽ മുഹാഫളത്തി അലാ മദ്ഹരിൽ വഹ്ദതി, അവർ ഐക്യം ബാഹ്യമായിട്ട് അത് പ്രകടിപ്പിക്കുന്നതിന് ശക്തമായി അവർ ശ്രമം നടത്തിയിരുന്നു എന്നാണ്. ബഈദീന കുല്ലൽ ബഅദി അമ്മാ യുഫർരിഖു അൽ കലിമത വയസ്ദഉ അസ്സുഫൂഫ, അണികൾ ഭിന്നിക്കുന്നതിൽ നിന്നും അതേപോലെ ദീനിൻ്റെ അഭിപ്രായ ഭിന്നതകൾ ഭിന്നിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നു എന്നാണ്. ഫഖദ് കാന ഫീഹിം മസലൻ, ഉദാഹരണം പറഞ്ഞാൽ അവർക്കിടയിലുണ്ടായിരുന്നു മൻ യറാ മശ്റൂഇയ്യത്തൽ ജഹ്രി ബിൽ ബസ്മല, ബസ്മല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്ക ഓതൽ ഷറാക്കപ്പെട്ടതാണെന്ന് അഭിപ്രായം ഉള്ളവരുണ്ടായിരുന്നു. വമൻ യറാ അദമ മശ്റൂഇയ്യത്തിഹി, അത് ഷറാക്കപ്പെട്ടതല്ല എന്ന അഭിപ്രായം ഉള്ളവരുണ്ടായിരുന്നു. അതേപോലെ വക്കാന ഫീഹിം മൻ യറാ ഇസ്തിഹ്ബാബ റഫ്ഇൽ യദൈനി, കൈകൾ ഉയർത്തൽ മുസ്തഹബാണ് ദുആ സമയത്ത് എന്ന വീക്ഷണക്കാരുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ദുആ ചെയ്യുമ്പം കൈകൾ ഉയർത്തൽ മുസ്തഹബാണോ അല്ല എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, അത്. ഒമല്ല യറാഹു, അങ്ങനെ മുസ്തഹബല്ല എന്നുള്ള വീക്ഷണങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു. വഫീഹിം മൻ യറാ നഖ്ലൽ വുദൂഇ ബിമസ്സിൽ മർഅത്തി, സ്ത്രീയെ, അതായത് ഭാര്യയെ അല്ലെങ്കിൽ അന്യ സ്ത്രീയൊക്കെ സ്പർശിച്ചാൽ വുദു മുറിയും എന്ന അഭിപ്രായ ഉള്ളവരുണ്ടായിരുന്നു. ഒമല്ല യറാഹു, അങ്ങനെ അഭിപ്രായമില്ലാത്തവർ, വുദു മുറിയില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. ഒമാദാലിക്ക്, അതോടൊപ്പം തന്നെ ഫഖദ് കാനു യുസല്ലൂന ജമിഅൻ വറാ ഇമാമിൻ വാഹിദ്, അവർ ഒരേ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചിരുന്നു, ഒരേ ഇമാമിൻ്റെ പിറകിൽ. വല യസ്തൻകിഫു അഹദും മിൻഹും അനിസ്വലാത്തി വറാ അൽ ഇമാമി ലിഖിലാഫിൻ മദ്ഹബിയ്യിൻ, ഇങ്ങനെ മദ്ഹബിയായിട്ടുള്ള അവർക്കിടയിലുള്ള മദ്ഹബി ഉദ്ദേശിക്കുന്നത് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കുന്നത് അവർ അത് ശരിയല്ലാതായി കണ്ടിരുന്നില്ല, അവരത് ഇൻകാർ ചെയ്തിരുന്നില്ല എന്നാണ്. വഅമ്മൽ മുഖല്ലിദൂൻ, എന്നാൽ മുഖല്ലിദീങ്ങൾ, അതായത് അന്ധമായി മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാത്തവരല്ല. ഫഇഖ്തിലാഫുഹും അല നഖീളി മിൻ ദാലിക തമാമ, അതിൽ നിന്ന് തീർത്തും വിഭിന്നമാണ് എന്നതാണ്. അതായത് അവരുടെ ഭിന്നത ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഫഖദ് കാന മിൻ ആധാരിഹി
അന്ന അൻ തുഫ്രിഖൽ മുസ്ലിമൂന ഫി അഅ്ളമി റുക്നിൻ ബഅദ ഷഹാദത്തൈനി അലാ വഹുവ സ്വലാ. ഷഹാദത്തൈൻ, രണ്ട് ഷഹാദത്ത് കലിമ, അതിനുശേഷം ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള റുക്ന് ആയിട്ടുള്ള നിസ്കാരം, ആ നിസ്കാരത്തിന് ഭിന്നിപ്പുണ്ടാക്കുന്നതിന് ഈ അഭിപ്രായ ഭിന്നതകൾ, അന്ധമായിട്ടുള്ള മദ്ഹബി തഖ്ലീദ് കാരണമായി. ഫഹും യഅ്ബൂന അൻ യുസല്ലു ജമീഅൻ വറാഅ ഇമാമിൻ വാഹിദിൻ, ഒരു ഇമാമിൻ്റെ കീഴിൽ നിസ്കരിക്കാൻ അവർ വിസമ്മതിച്ചു. ബിഹുജ്ജതി അന്ന സ്വലാത്തൽ ഇമാമി ബാത്തിലത്തുൻ ഔ മക്റൂഹത്തുൻ അലൽ അഖല്ലി ബിന്നിസ്ബത്തി ഇലൽ മുഖാലഫി ലഹു ഫി മദ്ഹബിഹി. എന്ത് കാരണം? അവൻ്റെ മദ്ഹബിനെതിരായിട്ട് നോക്കുമ്പോൾ, അത് താരതമ്യപ്പെടുത്തുമ്പോൾ, അവൻ്റെ മദ്ഹബിനെതിരായിട്ടുള്ള വീക്ഷണം പുലർത്തുന്ന ഒരു മദ്ഹബി വീക്ഷണം പുലർത്തുന്ന ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കൽ അത് ശരിയല്ല, നിസ്കാരം ബാത്തിലാണ്, ആ ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലാണ്, അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അങ്ങനെ നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് അവർ വിശ്വസിച്ചു. അതാണ് വഖദ് സമിഅനാ ദാലിക, അത് നമ്മൾ കേട്ടിട്ട് റഅയ്നാഹു കമാ റആഹു ഗൈറുന, നമ്മളല്ലാത്തവരും അത് കണ്ടിട്ടും കേട്ടിട്ടോ കണ്ട് എന്ന്. എന്നിട്ട് അത് ഉദാഹരണം പറയുന്നുണ്ട്. ഏത് മാല യജൂസു ഫീൽ ഖിലാഫു എന്നുള്ളൊരു കിതാബിൽ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കാണാം എന്ന്. എന്താണ്? കൈഫല, അത് അങ്ങനെയല്ലാതിരിക്കും. വഖദ് നസ്സത്ത് കുത്തുബ് ബഅദിൽ മദാഹിബിൽ മഷ്ഹൂറത്തിൽ യൗമ അനിൽ കറാഹത്തി അവിൽ ബുത്വലാനി. അപ്പോൾ ഒരു മദ്ഹബിൻ്റെ ആള് മറ്റൊരു മദ്ഹബ് പിന്തുടരുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കൽ അത് കറാഹത്തോ ബാത്തിലോ ആണ് എന്ന് ഇന്ന് അറിയപ്പെട്ട മദ്ഹബി ഗ്രന്ഥങ്ങളിൽ നസ്സായിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. വക്കാനമിൻ നതീജത്തി ദാലിക, ഇതിൻ്റെ റിസൾട്ട്, ഫലം എന്താണ്? അന്തജിദ അർബഅത മഹാരീബ ഫിൽ മസ്ജിദിൽ ജാമി, വലിയ മസ്ജിദുകളിൽ 4 മിഹ്റാബുകൾ ഉണ്ടാകുക എന്നതാണ് ഇതിന് ഫലമായിട്ടുണ്ടായത്. യുസല്ലി ഫിഹ അയിമത്ത് അർബഅത്തുൻ മുതആഖിബീന, ഓപ്പോസിറ്റായിട്ട് 4 ഇമാമുകൾ അവിടെ നിസ്കരിക്കുന്നു. വ തജിദു ഉനാസൻ യന്തദിറൂന ഇമാമഹും ബൈനമൽ ഇമാമുൽ ആഖർ ഖായിമുൻ യുസല്ലി, ഒരു ഇമാമ് ആളെയും കൂട്ടി അയാളെയും കൂട്ടി നിസ്കരിക്കുമ്പോൾ മറ്റു ജനങ്ങൾ കാത്തു നിൽക്കുന്നു അവരെ ഇമാമിനെ, അവർ മദ്ഹബിൻ്റെ ഇമാമിനെ കാത്തു നിൽക്കാൻ നിസ്കരിക്കാൻ. ആ അവസ്ഥ വരെ വന്നു എന്നതാണ്. ബൽ ലഖദ് വസലൽ ഖിലാഫു ഇലാ മാ ഹുവ അശദ്ദു മിൻ ദാലിക ഇൻദ ബഅദിൽ മുഖല്ലിദീൻ, ചില മുഖല്ലിദീങ്ങൾ, ചില മദ്ഹബി മുഖല്ലിദീങ്ങൾക്കിടയിൽ ഇതിനേക്കാളും ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വന്നു. ഉദാഹരണം മിസാലുഹു മൻഉ തസാവുജി ബൈനൽ ഹനഫി വശാഫി, ഹനഫികളും ഷാഫികളും തമ്മിൽ കല്യാണം നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ചിലർ. സുമ്മ സദറത് ഫത്വ മിൻ ബഅദിൽ മഷ്ഹൂരീന ഇൻദൽ ഹനഫിയത്തി വഹുവ അൽ മുലഖബു ബിമുഫ്തി സഖലൈൻ, പിന്നീട് അവർക്കിടയിൽ മുഫ്തി സഖലൈൻ, അതായത് ജിന്നുകൾക്കും ഇൻസുകൾക്കും ഫത്വ നൽകുന്ന മുഫ്തി എന്ന ലഖബ് സ്ഥാനപ്പേരുള്ള ഹനഫി മദ്ഹബുകാരനായ, അവർക്കിടയിൽ പ്രസിദ്ധനായ ഒരു പണ്ഡിതനിൽ നിന്ന് ഇങ്ങനൊരു ഫത്വ വന്നു. എന്താണ്? ഫഅജാസ തസവ്വുജൽ ഹനഫി ബിശാഫിഇയ്യത്തി, അയാൾ ഹനഫി ഷാഫിയുമായിട്ട് കല്യാണം കഴിക്കൽ അനുവദിച്ചു. എങ്ങനെ? ഖൗലിഹി, അതിനവൾ കാരണം പറഞ്ഞ എങ്ങനെയാണ്? തൻസീലല്ലഹ മൻസിലത്ത് അഹ്ലിൽ കിതാബ്, അപ്പോൾ ഷാഫികൾക്ക് എന്താണ്? അഹ്ലി കിതാബുകാരുടെ ഒരു പദവി കൊടുത്തുകൊണ്ട്, അഹ്ലി കിതാബുകാരിൽപ്പെട്ട യഥാർത്ഥ അഹ്ലി കിതാബുകാരായിട്ടുള്ള സ്ത്രീകളെ മുസ്ലിമായിട്ടുള്ള പുരുഷനെ വിവാഹം ചെയ്യാലോ, അത് നിബന്ധനകൾക്ക് വിധേയമായിട്ട്. അപ്പോൾ മഫ്ഹൂമു ദാലിക, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് മഫാഹിമിൽ കുത്തുബിൽ മുഅ്തബറതി മഫാഹിമിൽ കുത്തുബി മുഅ്തബറത്തുൻ ഇൻദഹും, അവരുടെ കിതാബുകളുള്ളത് എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ്? അന്നഹു ലാ യജൂസുൽ അക്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് പറ്റില്ല. തസവ്വുജുൽ ഷാഫിഈ ബിൽ ഹനഫിയ്യത്തി, ഷാഫിയായ പുരുഷന് ഹനഫിയായിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണല്ലോ. കമാല യജൂസു തസവ്വുജുൽ കിതാബി ബിൽ മുസ്ലിമ, അഹ്ലി കിതാബുകാരനായ പുരുഷൻ മുസ്ലിമത്തായുള്ള സ്ത്രീയെ വിവാഹം ചെയ്യാൻ പറ്റാത്തതുപോലെ. അപ്പോൾ ഇങ്ങനൊരു ഇളവ് മാത്രമാണ് അവർ അനുവദിച്ചത് എന്നതാണ്. അപ്പോൾ ഹനഫി പണ്ഡിതന് പത്ത് കൊടുത്ത എന്താണ്? ഹനഫികളായിട്ടുള്ള പുരുഷന്മാർക്ക് ഷാഫികളായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാം. അതെങ്ങനെ? അഹ്ലി കിതാബുകാരായിട്ടുള്ള സ്ത്രീകളെ മുസ്ലിം പുരുഷന്മാർ വിവാഹം ചെയ്യുന്നത് പോലെ തിരിച്ചു പറ്റില്ല എന്ന്. ഹാദാനി മിസാലാനി മിൻ അംസിലത്തിൻ കസീറ, ധാരാളം ഉദാഹരണങ്ങളിൽപ്പെട്ടൊരു 2 ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. തവല്ലുഹ ലിൽ അഖലിൽ അസരി സയ്യ് അല്ലദീ കാന നതീജത്തുൻ ഇഖ്തിലാഫിൽ മുതഅഖിരീന വഇസ്റാറിഹിം അലൈഹി.
അപ്പോൾ പിൽക്കാലക്കാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും അതിലവർ കണ്ടിന്യൂ ചെയ്തതും അതിൻ്റെ ഫലമാണ് ഇത് ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും. ഈ മോശമായിട്ടുള്ള പ്രതിഫലനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിച്ചത്. ബിഖിലാഫി സലഫുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫലം യകുല്ലഹു അസരിൻ സയ്യൻ ഫിൽ ഉമ്മ. സലഫുകൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉമ്മത്തിൽ മോശമായിട്ടുള്ള ഒരു ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല. വലിദാലിക ഫഹും ഫി മുനജ്ജാത്തിൻ മിൻ അൻ തശ്മലഹും ആയാത്തുൻ നഹി അൻ തഫർറുഖി ഫിദ്ദീൻ. ദീനിൽ ഭിന്നത ഉണ്ടാക്കി എന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ദീനിൽ ഭിന്നത ഉണ്ടാക്കുന്നതിൽ വന്നിട്ടുള്ള നിരോധനം സംബന്ധിച്ച ആയത്തുകൾ അവർ ഉൾക്കൊള്ളുന്നില്ല. ആ ആയത്തുകളിൽ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. കാരണം എന്താ? അവർ ദീനിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല യോജിക്കാവുന്നിടത്തൊക്കെ യോജിക്കാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ്. അവരുടെ അഭിപ്രായ വ്യത്യാസം അവരുടെ അണികളിൽ സുഫൂഫിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടില്ല എന്നതാണ്. ബിഖിലാഫിൽ മുതഅഖിരീൻ, പിൽക്കാലക്കാരുടെ ഭിന്നതകളിൽ നിന്ന് വ്യത്യസ്തമായി. ഹദാന അല്ലാഹു ജമിയാൻ ഇലാ സിറാത്തിഹിൽ മുസ്തഖീം, നമ്മെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ നേരായ പാതയിലേക്ക് നയിക്കട്ടെ എന്ന്. ഇനി വലൈത അന്ന ഇഖ്തിലാഫഹും അൽ മദ്കൂറ ഇൻ ഹസറ ദററുഹു ഫീമാ ബൈനഹും. ഇനി അവർക്കിടയിൽ മദ്ഹബി മുഖല്ലിദീങ്ങൾക്ക് അന്ധമായ മുഖല്ലിദീങ്ങൾക്കിടയിൽ ഉള്ള പറയപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അവർക്കിടയിൽ മാത്രം ചുരുങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം യതഅദ്ദഹു ഇലാ ഗൈരിഹിം, മറ്റുള്ളവരിലേക്ക് അത് പാസ് ചെയ്യാതിരുന്നെങ്കിൽ. മിൻ ഉമ്മത്തി ദഅവ, പ്രബോധിത സമൂഹത്തിലേക്ക്. ഇദൻ ലഹാനൽ ഖിത്ബു ബൈന ബഅദു ഷൈഇ വലാകിന്നഹു, പിന്നെന്താണ്, വയാലിൽ അസഫ്, എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, തജാവുസുഹും ഇലാ ഗൈരിഹിം മിനൽ കുഫാരി ഫീ കസീരിൻ ഫിൽ ബിലാദി വൽ അഖ്താർ. തജാവുസു ഫസദ്ദൂഹും ബിസബബി ഇഖ്തിലാഫിഹിം അനി ദുഖൂലി ഫീ ദീനില്ലാഹി അഫ്വാജ. അതായത് ഇതാണ് ആശയം. ഇതാണ് ഈ മദ്ഹബുകൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? കാഫിറുകൾക്കിടയിലേക്ക് വരെ വ്യാപിച്ചു. അതിൻ്റെ പ്രതിഫലനങ്ങൾ അങ്ങനെ പ്രബോധിത സമൂഹത്തിൽ പ്രബോധനം നടത്താൻ പറ്റാത്ത അവസ്ഥ എത്തി എന്നതാണ്. അവർ ദീനിലേക്ക് കൂട്ടമായിട്ട് അമുസ്ലിങ്ങൾ വരുന്നതിനെ തടയുന്നതിലേക്ക് വരെ എത്തി. ജാഫി കിതാബ് വലാമിൻ മിനൽ ഗർബ് ലിൽ ഉസ്താദ് ഫാദിൽ മുഹമ്മദ് അൽ ഗസാലി എന്ന പണ്ഡിതൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ വലാമുൻ മിനൽ ഗർബ് എന്നൊരു കിതാബിൽ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഹദസ ഫിൽ മുഅ്തമിർ അല്ലദീ അഖദ ഫി ജാമിഅത്തി പ്രിൻസ്റ്റൺ بأمريكا أن آثار أحد المتحدثين سؤالا كثيرا ما يثار في أوساط المستشرقين أورينتاليستകൾ والمهتمين بالنواحي الإسلامية قال. അതായത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കയിൽ അവിടെ ഓറിയൻ്റലിസ്റ്റുകളും ഇസ്ലാമിനെതിരെ ആളുകളുമായിട്ടുള്ള ആളുകൾ അവർക്കിടയിൽ അവർ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ആ ചോദ്യം? എന്തായിരുന്നു? അയ്യത്ത് ആലിമി യതഖദ്ദമുൽ മുസ്ലിമൂന ഇൽ ആലം ലിയുഹദ്ദിദു അൽ ഇസ്ലാം അല്ലദീ യദഊന ഇലൈഹി. അപ്പോൾ ഓറിയൻ്റലിസ്റ്റുകൾക്കും ഇസ്ലാമിൻ്റെ എതിരാളികൾക്കും അനുകൂലമായിട്ടുള്ളൊരു ചോദ്യം അതിൽ പങ്കെടുത്ത ഒരാൾ ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? ബി അയ്യത്ത് ആലിമി യതഖദ്ദമുൽ മുസ്ലിമൂന ഇൽ ആലം, മുസ്ലിങ്ങൾ ഏത് അധ്യാപനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? ലിയുഹദ്ദിദു അൽ ഇസ്ലാമ, ഇസ്ലാമിനെ നിശ്ചയിക്കാൻ, ഇസ്ലാമിൻ്റെതാ നിശ്ചയിക്കാൻ, അല്ലദീന യദഊനയിലെ, അവർ വിളിക്കുന്ന, അവർ ക്ഷണിക്കുന്ന. അപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ടല്ലോ, ആ ഇസ്ലാം നിർവചിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ ആ മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഏത് അധ്യാപനങ്ങളാണ്? അബി താലീമിൽ ഇസ്ലാമിക്കമാ യഫ്ഹമുഹ സുന്നിയും, സുന്നികൾ മനസ്സിലാക്കുന്ന ഇസ്ലാമാണോ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണോ? അംബി താലിമില്ലത്തി യഫ്ഹമുഹ ഷിയ മിൻ ഇമാമിയാവു സൈദിയ, ഷിയാക്കൾ അവരിൽപ്പെട്ട ഇമാമികൾ മുന്നോട്ട് വെക്കുന്നതോ സൈദികൾ മുന്നോട്ട് വെക്കുന്നതോ ആയ ഇസ്ലാമാണോ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണോ? സുമ്മ ഇന്ന കുല്ലം മിൻ ഹ ഉലായി ഉലായിക മുഖ്തലിഫുന ഫിമാ ബൈനഹും, പിന്നെ ഇവരിലും അവരിലും പെട്ടവർ അവർ തന്നെ പല കാര്യങ്ങളിലും ഭിന്ന വീക്ഷണത്തിലായിരിക്കും. അപ്പോൾ ഷിയാക്കൾക്കിടയിൽ തന്നെ പല കക്ഷികൾ, സുന്നികൾ എന്ന് പറയുന്നവർക്കിടയിൽ തന്നെ പല കക്ഷികൾ. വഖദ് യുഫക്കിറു
ഫരീഖും മിൻഹും ഫി മസ്അലത്തിൻ മാ തഫ്കീറൻ തഖദ്ദുമിയൻ മഹ്ദൂദൻ. അവരിൽ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു, ഒരു പരിധിവരെ തഖദ്ദുമി പുരോഗമനം പ്രോഗ്രസ് ആകാം എന്ന വീക്ഷണക്കാർ, ചിന്താഗതിക്കാർ. വൈരമായ ഫക്കിറു ആഹറുന തഫ്കീറൻ ഖദീമ, ചിലാകട്ടെ യാഥാസ്ഥിതിക ചിന്ത മതിയെന്ന് നിർബന്ധ ബുദ്ധിയോടെ അങ്ങനെ വിശ്വസിക്കുന്നവർ. മുൽത്തസിമത്തൻ എന്നായിരിക്കും മുത്തസമ്മിത്തൻ എന്ന് കാണുന്നത്. അല്ലാഹു അലം. വൽ ഖുലാസത്തു, ഇനി ചുരുക്കം, അന്നദ്ദാഈന ഇലൽ ഇസ്ലാമി യത്റുകൂനൽ മദ്ഉവീന ഇലൈഹി ഫി ഹിറ. അപ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകർ, പ്രബോധിതരായിട്ടുള്ള ആളുകളെ ഒരു ഹീറത്തിൽ, കൺഫ്യൂഷനിലേക്ക് വിടുന്നു എന്നാണ്. അന്നഹും ഹും അൻഫുസഹും ഫി ഹിറ, കാരണം അവർ തന്നെ കൺഫ്യൂഷനിലാണ്. വഫി മുഖദ്ദമത്തി റിസാലത്തി ഹദിയത്ത് സുൽത്താൻ ഇലാ മുസ്ലിമി ബിലാദി ജപ്പാൻ, ജപ്പാനിലെ മുസ്ലിങ്ങൾക്കുള്ള സുൽത്താൻ്റെ ഹദിയ എന്നൊരു കിതാബിൽ ലിൽ അലാമ മുഹമ്മദ് സുൽത്താൻ അൽ മാസൂമി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ കിതാബ്, അതിൽ കാണാം ഇന്നഹു കാന വറദ അലിയ സുആലുൻ മിൻ മുസ്ലിമി ബിലാദി ജപ്പാൻ യാനി അൽ യാബാൻ മിൻ ബൽദത്തി ടോക്കിയോ വ ഒസാക്ക ഫി ഷർഖിൽ അഖ്സ. എനിക്കൊരു ചോദ്യം വന്നു. എവിടുന്ന്? ജപ്പാനിൽ ടോക്കിയോയിലും കിഴക്ക് ഭാഗത്തുള്ള ഒസാക്കയിലും ഉള്ള മുസ്ലിങ്ങളിൽ നിന്നൊരു ചോദ്യം വന്നു. ഈ പണ്ഡിതൻ പറയണം, എന്താണ് ചോദ്യം? ചോദ്യം, മാ ഹഖീഖത്തു ദീനിൽ ഇസ്ലാം, എന്താണ് ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാം എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇസ്ലാം ദീൻ യഥാർത്ഥത്തിൽ? മദ്ഹബ്, മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ആശയം? വഹൽ യൽസമു മിൻ മൻ തശറഫ ബിദീനിൽ ഇസ്ലാമി അൻ യതമദ്ഹബ അലാ അഹദിൽ മദാഹിബിൽ അർബഅ. ഒരാൾ ഇസ്ലാം ദീൻ സ്വീകരിച്ചാൽ, ഇസ്ലാം ദീൻ പുൽകിയാൽ, അയാൾ 4 ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമുണ്ടോ? അയ്യക്കൂന മാലിക്കിയൻ ഔ ഹനഫിയൻ ഔ ഷാഫിഇയ്യൻ ഔ ഗൈരിഹ. അയാൾ മാലിക്കിയോ ഹനഫിയോ ഷാഫിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ ആകണോ? ഔ ലാ യൽസം, അല്ലെങ്കിൽ നിർബന്ധമല്ലേ? ലിഅന്നഹു ഖദ് വഖഅ ഹുനാ ഇഖ്തിലാഫുൻ അദീം, കാരണം ഇവിടെ വലിയൊരു അഭിപ്രായ വ്യത്യാസം നടന്നു. വനിസാഉൻ വഖൈം, തർക്കങ്ങളൊക്കെ നടന്നു. ഹീനമാ അറാദ ഇദ്ദത്തു അൻഫാരിൻ മിൻ മുതനവ്വിരി അൽ അഫ്കാരി മിൻ റിജാലി യാബൂനിയ അൻ യദ്ഖുലു ഫി ദീനിൽ ഇസ്ലാം വയതശറഫു ബി ഷറഫിൽ ഈമാൻ. ഇവിടെ ജപ്പാനിലെ കുറച്ച് ചിന്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവർ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ പവിത്രതയിലേക്ക്, ഈമാൻ്റെ പവിത്രതയിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്കിടയിൽ അവിടെ വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എന്താണ്? അറദു ദാലിക അല ജംഇയ്യത്തിൽ മുസ്ലിമീൻ കായിന ഫി ടോക്കിയോ. ഇപ്പോൾ ടോക്കിയോയിലെ മുസ്ലിങ്ങൾക്കിടയിൽ അത് അവർ വെച്ചു. അപ്പോൾ എന്താണ് അഭിപ്രായ വ്യത്യാസം? അവരേത് സ്വീകരിക്കണം, ഏത് മദ്ഹബ് സ്വീകരിക്കണം, എന്താണ് ഇസ്ലാം ദീൻ, ഏത് മദ്ഹബിലാണ് പോകേണ്ടത് എന്ന് ഈ മുസ്ലിങ്ങളാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ. ഫഖാല ജംഉ മിൻ അഹ്ലിൽ ഹിന്ദി, അപ്പോൾ ഹിന്ദിയിൽ നിന്നുള്ള കുറേ ആളുകൾ പറഞ്ഞു, യംബഗി അൻ യഖ്താറു മദ്ഹബൽ ഇമാമി അബി ഹനീഫ ലിഅന്നഹു സിറാജുൽ ഉമ്മ. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് പിന്തുടരൽ അത് തിരഞ്ഞെടുക്കാൻ നിർബന്ധമാണ്, കാരണം അദ്ദേഹം ഉമ്മത്തിൻ്റെ വിളക്കാണ്. വഖാല ജംഉ മിൻ അഹ്ലി ഇന്തോനേഷ്യ ജാവ, ഇന്തോനേഷ്യ ജാവയിലെ കുറച്ച് ഒരു സംഘം ആളുകൾ പറഞ്ഞു, യൽസം അയ്യക്കുന ഷാഫിഇയ്യൻ, ഷാഫി ആവൽ നിർബന്ധമാണ്. ഫലമ്മ സമിയ ജപ്പാനിയൂൻ കലാമഹും തഅജബു ജിദ്ദ. ഇപ്പോൾ ജപ്പാനികൾ ഇത് കേട്ടപ്പോൾ ആകപ്പാടെ അവർ അത്ഭുതപ്പെട്ടു. വതഹയ്യറു ഫീമാ ഖസദു, അവർ ഉദ്ദേശിച്ചതിൽ നിന്ന് അവർക്ക് കൺഫ്യൂഷനായി. വസ്വാറത്ത് മസ്അലത്തൽ മദാഹിബി സദ്ദൻ ഫീ സബീലി ഇസ്ലാം. അപ്പം ഈ മദ്ഹബുകളുടെ വിഷയം എന്തായി? അവരുടെ ഇസ്ലാം സ്വീകരിക്കുന്ന വിഷയത്തിൽ വഴിയിൽ തടസ്സമായി എന്നതാണ്.